ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈനിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എല്ലാം പോയി ഫസ്റ്റ് പാർട്ട് കാണുക. അതിനുശേഷം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ടൈപ്പ് 1ഉം 2ഉം ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ടൈപ്പ് 3നെ പറ്റി സംസാരിക്കാം. ട്രെൻഡ് ലൈൻ ടൈപ്പ് 3. ഇതിനെ ട്രെൻഡ് ലൈൻ കിസ് എന്നും അല്ലെങ്കിൽ എക്സ് റൊട്ടേഷൻ എന്നും പറയും. ഓക്കെ, ഇത് എക്സ് പോലെയായിരിക്കും ഇത് പൊതുവെ ഇരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ടൈപ്പ് 1ൻ്റെയും ഇതാണ് ടൈപ്പ് 1ൻ്റെയും ഇത് ടൈപ്പ് 2. ട്രെൻഡ് ലൈൻ ടൈപ്പ് 1ൻ്റെയും ടൈപ്പ് 2ൻ്റെയും ഒരു കോമ്പിനേഷനാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 3 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 ആണ്. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, ദെൻ തേർഡ് ടച്ച്. സെയിം ട്രെൻഡ് ലൈനിൽ തന്നെ ടച്ച് ചെയ്യുന്നു. അതേപോലെ ഇത് ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 ആണ്. ഫസ്റ്റ് ടച്ച്, ദെൻ സെക്കൻഡ് ടച്ച്, അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും അതേ ട്രെൻഡ് ലൈനിലേക്ക് ടച്ച് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 3 എന്ന് പറയുന്നത്. എക്സാക്റ്റ് ഈ കറക്റ്റ് എക്സ് വരുന്ന പോയിന്റിൽ ടാപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് ശേഷം ഇവിടെയൊക്കെ കുറേ ട്രെൻഡ് ലൈൻ കിടക്കുന്നുണ്ട് അല്ലേ? ട്രെൻഡ് ലൈനിൻ്റെ ഓരോ ഏരിയാസ് കിടക്കുന്നുണ്ട്. ഇവിടെ ടച്ച് ചെയ്താലും ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. ഇതിനെയാണ് ബൂം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ തന്നെ ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമല്ല. ഇവിടെ ടച്ച് ചെയ്താലും ഇവിടെ ടച്ച് ചെയ്താലും ഇവിടെ ടച്ച് ചെയ്താലും ഇവിടെ ടച്ച് ചെയ്താലും ഒക്കെ നമുക്ക് എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയനെയാണ് ബൂം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം ട്രെൻഡ് ലൈൻ ടൈപ്പ് 3നെ പറ്റി. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ഈ സെൻട്രൽ പോയിന്റിൽ തന്നെ ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ ഈ ബൂം പോയിന്റിൽ പെട്ട ഏതെങ്കിലും ഒരു ഏരിയയിൽ ടച്ച് ചെയ്താലും നമുക്കിത് വാലിഡ് ആണ്. ഓക്കെ, ഈ ഫസ്റ്റ് സിനാരിയോയിൽ ഇവിടെ ഫസ്റ്റ് ടച്ച്, ഇത് ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 ആണ്. സെക്കൻഡ് ടച്ച്, മൂന്നാമത് ഇതേ ലൈനിൽ തന്നെ ടച്ച് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ ടച്ച് ആവുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ടച്ച്, ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 ആയി. അതിനുശേഷം ഇതായിരിക്കും മൂന്നാമത്തെ ടച്ച് വരുന്നത്. ഇവിടെ തന്നെയായിരിക്കും മൂന്നാമത്തെ ടച്ച് വരുന്നത്. രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം പിന്നെ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് ട്രെൻഡ് ലൈൻ ടൈപ്പ് 1ഉം ട്രെൻഡ് ലൈൻ ടൈപ്പ് 2ഉം കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ ടൈപ്പ് 3 കിട്ടും. അതിനുശേഷം കണ്ടോ, എൻട്രി ഇവിടെ തേർഡ് ടച്ചിൽ നിന്ന് പോയത് കണ്ടോ, ഇത് ബൂം പോയിന്റ് ആണ്. ഇവിടെ ടച്ച് ചെയ്താലും ഓക്കെ ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇത് ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 ഫസ്റ്റ് ടച്ച്, ഇത് ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 ആണ്. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, മൂന്നാമത് ഇവിടെ ടച്ച് ചെയ്യണം. മുകളിൽ കാണുന്നതാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ വരും. അപ്പോൾ ഇതൊക്കെ ബൂം പോയിന്റ് ആണ് അല്ലേ? ഇവിടെ എവിടെ വേണമെങ്കിലും ടച്ച് ചെയ്താൽ മതി. നോക്കാം, കണ്ടോ, കറക്റ്റ് ഈ ട്രെൻഡ് ലൈൻ ടൈപ്പ് 2ൽ ടച്ച് ചെയ്തിട്ടാണ് പ്രൈസ് ഫാൾ ആയത്. ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. പിന്നെ ISലും 2 ബ്രേക്ക് ഔട്ട് നോക്കുക. അതിന് മുമ്പ് തന്നെ ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. ISL എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയ ക്യാൻഡിലാണ് അല്ലേ? ഈ വലിയ ക്യാൻഡില് നമ്മൾ ട്രെൻഡ് ലൈൻ വെച്ച് പ്രിസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം നമുക്ക്. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെൻഡ് ലൈൻ ടൈപ്പ് 4നെ പറ്റി നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ലെഫ്റ്റ് ഷോൾഡർ, ഒരു ഹെഡ്, രണ്ട് റൈറ്റ് ഷോൾഡർ. എപ്പോഴും ട്രെൻഡ് ലൈനിൻ്റെ മൂന്നാമത്തെ ടച്ചിലായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇത് സെല്ലിന് വേണ്ടിയുള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഇപ്പോൾ നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സിനാരിയോയിൽ ഒരു ലെഫ്റ്റ് ഷോൾഡർ, ഒരു ഹെഡ്, രണ്ട് റൈറ്റ് ഷോൾഡർ. അപ്പോൾ രണ്ടാമത്തെ റൈറ്റ് ഷോൾഡർ വരുമ്പോഴായിരിക്കണം എൻട്രി എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലെഫ്റ്റ് ഷോൾഡർ, ഒരു ഹെഡ്, ഒരു റൈറ്റ് ഷോൾഡർ. ഓക്കെ, അതേപോലെ ഇതിപ്പോൾ സെല്ലിന് വേണ്ടിയാണ്. ഇനി ബൈക്ക് വേണ്ടിയുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു ലെഫ്റ്റ് ഷോൾഡർ, ദെൻ ഒരു ഹെഡ്, അതിനുശേഷം രണ്ട് റൈറ്റ് ഷോൾഡർ. ഇത് ടൈപ്പ് എ എന്ന് പറയും. ട്രെൻഡ് ലൈൻ ടൈപ്പ് 4ൽ ടൈപ്പ് എ ആണ് ഈ ഫസ്റ്റ് സിനാരിയോ. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ
2 ലെഫ്റ്റ് ഷോൾഡർ, ഒരു ഹെഡ്, ഒരു റൈറ്റ് ഷോൾഡർ. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ അല്ലേ, അതേപോലെ തന്നെ വരും. ഓക്കെ, നമുക്കിനി ചാർട്ടിൽ പോയിട്ട് നോക്കാം. നമ്മുടെ സെല്ലിന് വേണ്ടിയുള്ള ട്രെൻഡ് ലൈൻ ടൈപ്പ് 4ൻ്റെ ടൈപ്പ് എയും ടൈപ്പ് ബിയും ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൽ 2 ലെഫ്റ്റ് ഷോൾഡർ, ഒരു ഹെഡ്, ദെൻ ഒരു റൈറ്റ് ഷോൾഡർ. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്. അപ്പോൾ 2 ലെഫ്റ്റ് ഷോൾഡറായി, അതിനുശേഷം ഹെഡ് ഉണ്ട്, ദെൻ ഫസ്റ്റ് റൈറ്റ് ഷോൾഡറിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ട്രെൻഡ് ലൈൻ്റെ 3 ടച്ചും അവിടെ കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ ടച്ച്. ഓക്കെ, ഇവിടെ കറക്റ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് ഈ ഫാൾ വന്നേക്കുന്നത്. കറക്റ്റ് ഈ ട്രെൻഡ് ലൈനിൽ ടച്ച് വന്നു, അതിനുശേഷം ഫാളായിട്ടുണ്ട്. ഇനി സെക്കൻഡ് സിനാരിയോ ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ ഒരു ലെഫ്റ്റ് ഷോൾഡർ, ഫസ്റ്റ് ടച്ച്, 2 റൈറ്റ് ഷോൾഡർ, ഒരു ഹെഡ്, ദെൻ അതിനുശേഷം 2 റൈറ്റ് ഷോൾഡർ വേണം. അപ്പോൾ ഇത് സെക്കൻഡ് ടച്ച് ആയിട്ട് വരും. ദെൻ മൂന്നാമത്തെ ടച്ച്, ഇതാണ് മൂന്നാമത്തെ ടച്ച്. മൂന്നാമത്തെ ടച്ചിൽ നിന്ന് കണ്ടോ ടാപ്പായി ഫാളായി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സെൽ സെറ്റപ്പിൽ ഇത് എടുക്കേണ്ടത്. ഇനി ഒരു ബൈ സെറ്റപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈൻ ചാർട്ടിൽ പോവുക, ട്രെൻഡ് ലൈൻ ഫസ്റ്റ് തന്നെ ഡ്രോ ചെയ്യുക. ഇത് ഫസ്റ്റ് ടച്ച്, ഹെഡ്, ഇതിലും താഴെയാണ് ഇത് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഹെഡ് ആയത്. ഇത് ഹെഡ്, ദെൻ ഇത് സെക്കൻഡ് ടച്ച്, മൂന്നാമത്തെ ടച്ച്. അപ്പോൾ ഒരു ലെഫ്റ്റ് ഷോൾഡറും 2 റൈറ്റ് ഷോൾഡറും, മൂന്നാമത്തെ ടച്ച്. ഇവിടെ ഫസ്റ്റ് ടച്ച്, 2 ലെഫ്റ്റ് ഷോൾഡർ, ദെൻ ഒരു ഹെഡ്, അതിനുശേഷം ഹെഡ്, പിന്നെ മൂന്നാമത്തെ ടച്ചിൽ നിന്നായിരിക്കണം എൻട്രി എടുക്കേണ്ടത്. ഇതാണ് മൂന്നാമത്തെ ടച്ച് വരുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നും പ്രൈസ് മൂവ് ആയിട്ടുണ്ട്, മുകളിലേക്ക് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സോൺ മാർക്ക് ചെയ്യണം. ഈ സോണിൻ്റെ ഉള്ളിൽ വരുന്ന ട്രെൻഡ് ലൈൻ ആയിരിക്കണം വാലിഡ് ആയിട്ടുള്ളത്. സോണിൻ്റെ പുറത്താണ് ട്രെൻഡ് ലൈൻ വരുന്നതെങ്കിൽ അത് നമ്മൾ എടുക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി നമ്മുടെ ട്രെൻഡ് ലൈൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ട്രെൻഡ് ലൈൻ ടൈപ്പ് 5 ആണ് നോക്കുന്നത്. ഇതിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 ഇല്ലേ, ട്രെൻഡ് ലൈൻ ടൈപ്പ് 2വിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 വരുന്നത്. ഇതിൻ്റെ നേരെ തിരിച്ചാണ് ഇത് വരുന്നത്. ഓക്കെ, ഒരു റെസിസ്റ്റൻസ്, ഒരു സപ്പോർട്ട്, ദെൻ 2 റെസിസ്റ്റൻസ്. ഇതൊരു സെല്ലിന് വേണ്ടി. അതേപോലെ തന്നെ ഒരു സപ്പോർട്ട്, 2 റെസിസ്റ്റൻസ്, ഇത് ബൈക്കും വേണ്ടി. ഇങ്ങനെയായിരിക്കും ട്രെൻഡ് ലൈൻ ടൈപ്പ് 5 വരുന്നത്. ഓക്കെ, നമുക്കത് ചാർട്ടിൽ പോയിട്ടൊന്ന് നോക്കാം. ആണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 5ൻ്റെ ഒരു സെല്ലിന് വേണ്ടിയുള്ള ഒരു ട്രെൻഡ് ലൈൻ. ഫസ്റ്റ് ഒരു സപ്പോർട്ടായിരുന്നു, അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തു, ദെൻ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് 2 ടച്ചായി, ഫസ്റ്റ് ടച്ച്, ദെൻ സെക്കൻഡ് ടച്ച്. മൂന്നാമത് ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോഴായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇതാണ് മൂന്നാമത്തെ ടച്ച്. കണ്ടോ, കറക്റ്റ് മൂന്നാമത്തെ ടച്ച് വന്നിട്ടാണ് അതിനുശേഷം ഫാളായത്. ഇതേപോലെ തന്നെ ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇത് ഫസ്റ്റ് ടച്ച്, ഇത് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം വീണ്ടും ഇതിലേക്കൊന്ന് ടച്ച് ചെയ്തു. ഇപ്പോൾ നമുക്ക് 2 ടച്ചായി. മൂന്നാമത്തെ ടച്ചിലായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത്. മൂന്നാമത്തെ ടച്ച് കണ്ടോ, മൂന്നാമത് ഇവിടെ വന്ന് ടച്ച് ആയപ്പോൾ ഇവിടെ നിന്നായിരിക്കണം നമ്മുടെ എൻട്രി. ഓക്കെ, ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 5. ഈ എല്ലാ ട്രെൻഡ് ലൈനും കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. പിന്നെ എല്ലാ ട്രെൻഡ് ലൈനും നമ്മുടെ ഒരു സോൺ വരച്ചിട്ട് ഈ സോണിൻ്റെ ഉള്ളിൽ ട്രെൻഡ് ലൈൻ ടൈപ്പ് 1ഉം 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ വേണമെന്ന് ഒരു നിർബന്ധമല്ല. നമുക്ക് ആ സോണിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ട്രെൻഡ് ലൈൻ ഏതാണോ ആ ഒരൊറ്റ ട്രെൻഡ് ലൈൻ മാത്രം ഡ്രോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, എല്ലാവരും ഇതൊന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. ബൈ.